ഗുഡ് മോർണിംഗ്. നേരം വെളുത്തിട്ടില്ല. സോ ഞാൻ ഇന്നും ഏർലി മോർണിംഗ് തന്നെ എണീറ്റു. 5 AM എണീറ്റു, നിസ്കരിച്ച് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ വെളുക്കാൻ ഇനിയും സമയമുണ്ട്. ഇതാണ് നമ്മുടെ പറക്കുക. ഇന്നലെ ഫുള്ള് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബേബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണീപ്പിക്കണം, വർക്കൗട്ട് ചെയ്യാനെന്ന്. പിന്നെ ഇത്ര പെട്ടെന്ന് എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പാവം, കുറച്ച് കഴിയുമ്പോൾ എണീപ്പിക്കുക. അപ്പോൾ ഞാൻ എബ്ബുനെ റെഡിയാക്കുമ്പോൾ ബേബി വർക്കൗട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ലെറ്റ്സ് വർക്ക് ഔട്ട്. വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ കുറച്ച് നേരം വെളുക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ അപ്പുറത്തെ സൈറ്റ് കാലിപ്പറമ്പായിരുന്നില്ല, ഇപ്പം എന്തോ അവിടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണി നടക്കുക. ഇങ്ങനെ മഴയാണെങ്കിൽ നല്ല പണി നടക്കും. സോ ഇറ്റ്സ് റെയിനിങ്. എപ്പോഴും ഏർലി മോർണിംഗ് നല്ല റെയിനൊക്കെ വരാറുണ്ട്. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകാറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ആവും മഴ. അപ്പോൾ ഇന്നെങ്ങനെയെന്ന് അറിഞ്ഞൂടാ, ഇടിവെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് താഴെ പോകും. സോ ഗൈസ്, അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫ്രഷായി റെഡിയായി. എബു ബേബിനെ എണിപ്പിക്കാൻ പാട് പെറ്റും. അമ്മ എണിക്കണില്ല എൻ്റെ കുഞ്ഞി. ഉറങ്ങി മതിയാവണില്ല. യു ഗോയിങ് ടു ദി സ്കൂൾ? ഡു യു ലവ് യുവർ സ്കൂൾ? ഡു യു വാണ്ട് ടു പ്ലേ? ഗോൾഡൊക്കെ ഊരിയിട്ട് കാണാൻ നോക്കിയ കൈയൊക്കെ. Cutie pie, mama, cutie pie. Let's go to the school. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അവിടെ എത്തുമ്പോ സ്വഭാവം മാറും ഗൈസ്. അപ്പോൾ ഞാനും സോനും പോവാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്നവൻ്റെ സ്റ്റേഷനറി സ്റ്റഫ്സൊക്കെ കൊടുക്കാനുണ്ട്. എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? ബേബിക്കാണെങ്കിൽ ഇന്നലെ നൈറ്റ് മൊത്തം ഹെഡേക്ക്. അവനാണെങ്കിൽ കോൾഡ് അത് ഇത് പിടിച്ച് നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല പ്രോപ്പറായിട്ട്. ഇന്ന് നന്നായിട്ട് ഇരിക്കും. അത് നല്ല കരഞ്ഞവരുണ്ട്. എന്നെ ഓർത്ത് കരഞ്ഞ അവനപ്പം പനി വരും. അതാണ് എൻ്റെ ടെൻഷൻ. അപ്പം നമുക്ക് ഇറങ്ങാം. 8 o'clock ആയി. 8:10 അവിടെ എത്തണം. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ എബുനെ സ്കൂളിലാക്കി ഒരു ഹാഫ് ആൻ അവർ അവിടെ നിന്ന്. എബു ക്ലാസ്സിൽ ഇന്നലത്തെ പോലെ കൂളായിട്ട് തന്നെ കയറിയത്. ബട്ട് സ്റ്റിൽ ഞാൻ ഇന്നലെ പറയണ പോലെ വേറെ പിള്ളേർ കരയുമ്പോൾ അവനെന്താ ഈ അറ്റ്മോസ്ഫിയർ കരയണ എന്താ പിള്ളേരെന്ന് അവന് ടെൻഷനാവാണ്. അപ്പോൾ അവൻ്റെ മൂഡ് മാറാൻ തുടങ്ങി. മമ്മ എന്ന് പറഞ്ഞ് കൈ പിടിച്ചെന്നെ. ഞാൻ പറഞ്ഞ് മമ്മ പോട്ടെ, ഐ ബ്രിങ് സർപ്രൈസ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ടീച്ചേഴ്സ് പറഞ്ഞു പേരൻസ് ഇങ്ങനെ നിൽക്കരുത്, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇതാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ആക്കി വന്ന്. ആക്ച്വലി അവന് കരയാൻ തുടങ്ങി വീണ്ടും. എനിക്കിപ്പോൾ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കണം ഞാൻ. അപ്പോൾ ഞാനും സോനു പിന്നെ കുറച്ചൊരു ഹാഫ് ആൻ അവർ റിസപ്ഷനിൽ നിന്ന് 9 o'clock ആകുമ്പോൾ ബേബി പിക്കാക്കി. ഇപ്പോൾ 9 o'clock ആയി. ഇനി 12:30 പിക്ക് ചെയ്യാറ്. ഞാനവിടെ റിസപ്ഷനിൽ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് അവിടെ തന്നെയല്ലേ അവർക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാന്ന്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എബുൻ്റെ കണ്ടീഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹി മൈറ്റ് ഫീൽ ഗുഡ്. ചിലപ്പോൾ കരച്ചിലിൽ തന്നെ ആയിരിക്കും. ഒന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ടെൻഷൻ. എനിക്കൊരു ഇങ്ങനെ ഈസി ക്യാമറ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് ആയിരുന്നു. ഞാൻ ഇന്നലെ നൈറ്റ് മൊത്തം ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. ഫുൾ ഡാർക്ക് സർക്കിളൊക്കെ അടിച്ചിരിക്കണം. ഞാൻ മൊത്തത്തിൽ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇന്നലെ. ഭയങ്കര എനിക്കറിയാം ഇത്ര സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല, അവർ അഡാപ്റ്റ് ആയിക്കോളും. പക്ഷെ എനിക്കെന്തോ ഇന്നലെ അൺനെസസറി സ്ട്രെസ് ഞാൻ കുറേ അടിച്ചേനെ. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ആലോചിച്ച് ഭയങ്കരമായിട്ട് ആലോചിച്ച് പോയി. അപ്പോൾ വെളുപ്പിനെ എണീച്ചിരിക്കണം കിടക്കാണ്ട്. ഇനി 3.5 മണിക്കൂറുണ്ട്. ഇപ്പം 9 ആയി. 10, 11, 12, 12:30. 12:30 പിക്ക് ചെയ്യേണ്ടത്.
ലഞ്ചും അവിടെ ഉണ്ടെന്നാ പറയണേ. അവനാണ് ഇങ്ങോട്ടേക്ക് കഴിക്കാനും അറിഞ്ഞൂടാ പാവം. കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ കൊടുക്കും അവന് വരുമ്പോൾ. ഞാൻ പോകുമ്പോൾ തന്നെ പാലൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിൽ കഴിക്കണ പോലെ ദോശ ബ്രെഡ് അത് കഴിക്കാൻ അറിയാം. പക്ഷെ ചോറ് ടൈപ്പൊക്കെ അവന് കഴിക്കാൻ അറിഞ്ഞൂടാ. അപ്പം എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല. മേ ബി അഡോപ്റ്റ് ആവുമായിരിക്കും ഇൻഷാല്ലാ. എല്ലാ മദേഴ്സിൻ്റെ സ്ട്രഗിളാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നോക്കാം 12:30 വരുമ്പോൾ എന്താ അപ്ഡേറ്റ്സ് എന്ന് പറയാം. വെളുപ്പിനെ എണീറ്റ് വന്നിട്ട് വിശന്നിട്ടോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടല്ലേ പോയത്. ഇപ്പോൾ കുറച്ച് കടല ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് സവാള ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ 2 എഗ്ഗ് വെച്ചിട്ടുണ്ട് ബോയിൽ ആവാൻ, അതും കഴിക്കും. ഓക്കെ, ടോയ്സും ഒക്കെ സങ്കടം വന്നെ ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ഇരുന്നിട്ട് കളിക്കും എപ്പോഴും. എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുമല്ലോ ഞാൻ, അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കും. മമ്മി ലുക്ക് എന്ന് പറയും. മമ്മി ലുക്ക്. ഓഹ്, എന്തോ പോലെ ഉണ്ട് കേട്ടോ, ഭയങ്കര എന്തോ പോലെ ഉണ്ട്. ഞാൻ വെറുതെ പ്രാന്തച്ചിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണായിരുന്നു. സോ ചോദിക്കണ, നീ എന്തിങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ? ഞാൻ എനിക്ക് ടെൻഷനാണ്, എന്താന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു വെപ്രാളം മനസ്സിൽ. ഞാനിങ്ങനെ ടൈം എണ്ണിക്കൊണ്ടിരിക്കണം. ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ ടൈം ഇതാക്കാറില്ല, പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ടൈം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 9:45 ആയിട്ടുള്ളൂ. 12:30 വിളിക്കുക. ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല. ഓക്കെ ആയിരിക്കും എന്നാണ് തോന്നണേ. അവർ മാനേജ് ചെയ്യുമെന്നാണ് അവിടെ എല്ലാവരും പറയണത്. നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ. ഇന്ന് അങ്ങനെ എൻ്റെ പൈതൽ 2 മണിക്കൂർ ഇരുന്നു. എൻ്റെ ഗുഡ് ബോയ് ആണ് എൻ്റെ മുത്ത് ചക്കര. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 10:20 ആകുമ്പോൾ ഒരു കോള്. ഞാൻ സോഫയിലിരിക്കുമ്പോൾ, മാം ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ അവനെ ആക്കിയിട്ട് അങ്ങനെ വന്നിരിക്കണേ. ഞാനാണെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. അപ്പോൾ തോന്നി ചോദിക്കുന്നത്, നീ എന്തെങ്കിലും പ്രാന്തച്ചിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേ. എനിക്കങ്ങനെ ടെൻഷൻ അടിച്ചിട്ടേ ഞാൻ എക്സ്പെക്റ്റ് ആക്കി. അതുപോലെ തന്നെ കോൾ വന്നു. ഇവനെ പ്രിൻസിപ്പലും പിടിച്ചിട്ട് അവിടെ താഴെ മടിയിൽ വെച്ച് ഇരിക്കണായിരുന്നു, താഴത്തെ ഫ്ലോറിൽ. ക്ലാസ് ഇവന്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഞാൻ പോയപ്പോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച. അയ്യോ, സങ്കടായിപ്പോയി. Are you happy now? Mama is with you, no? അപ്പോൾ ഇന്നലെ 1 മണിക്കൂറായിരുന്നു ഇരുന്നത്. ഇന്നത് 2 hours ആയി. ഗ്രാജുവലി ഇൻക്രീസ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അവനൊന്ന് കൊഞ്ചിച്ച് അവൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാറ്റ വീട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ കാണാം. ഇനി വ്ളോഗൊക്കെ മാറ്റി വെക്കട്ടെ. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര മൂഡോഫായിട്ട് വന്ന് കേൾക്കാനേ പറ്റൂല. അപ്പൊ അത് വന്ന ശേഷം ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് അവന്റെ കൂടെ തന്നെ ആയിരുന്നു ഇതുവരെ. ഇപ്പൊ ഒരു 6 മണിയായി. ഇതുവരെ അവന്റെ കൂടെ ഇരുന്ന് കളിക്കുക, അവനെ നോക്കിയാക്കാം, അവനൊന്ന് ഫുഡ് കൊടുക്കാം, ഇതന്നെ ചെയ്യണായിരുന്നു. ഞാൻ ഒട്ടും അനങ്ങിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും എനിക്ക് ബ്ലോഗ് ചെയ്യണ പ്ലാൻ ഇല്ലായിരുന്നു. കണ്ടില്ലേ, റോ ആയിട്ട് വന്നേക്കണ്. മുഖമൊക്കെ ഉറക്കമില്ലാതെ എന്തോ പോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ സൈഗുനെ പിക്ക് ചെയ്യാൻ ട്യൂഷൻ പോയിട്ടുണ്ട്. സൈഗു അവനെ പിക്ക് ചെയ്യാൻ. പിന്നെ ഇവന് ഒന്ന് പുറത്തോട്ടെ എന്ന് വിചാരിച്ച് കറിക്ക് എഴുതിയതാണ്. പിന്നെ സുനുക്ക് സ്കൂളിലത്തെ ഒരു സാൻഡൽ വേണമായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ അതും മേടിച്ച് അവർ 2 പേര് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, നമുക്ക് ആരിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതും മേടിച്ച് ഇപ്പോൾ എബുനെ പിക്ക് ചെയ്യാൻ പോണാണ് നമ്മള്. പക്ഷേ ഞാൻ കിളി പോയിരിക്കണം, മൊത്തത്തിൽ കിളി പോയിരിക്കണം. എനിക്കിനി ഒന്ന് ഞാൻ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇവൻ ഓക്കെ ആവണം സ്കൂളിൽ പോയിട്ട്. അതെപ്പോ ആവും, എങ്ങനെ ആവും? മമ്മ ഒബ്സഷൻ ആണ്. അപ്പൊ ഇവൻ എപ്പോ ഓക്കെ ആവും, എത്ര ഡേയ്സ് എടുക്കും, എന്താവും, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ടോട്ടലി എന്റെ കിളി പറന്ന് പോയിരിക്കും. ഇന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ മൊത്തത്തില് ഞാൻ ഇന്നും ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നാളെ സെറ്റ്. എന്നിട്ട് ഇവനൊന്ന് അവിടെ സെറ്റ് ആകുമ്പോൾ ഞാൻ അസുഖം പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ട്രോങ് കോഫി കുടിക്കാനോ. ബേബിക്ക് എന്നായിരുന്നു തലവേദന അല്ലേ? അസുഖം പിടിക്കാൻ പറ്റിയ
ഇന്നലത്തെ നൈറ്റ് വാസ് ലൈക്ക് ഒരു പ്രത്യേക ലൈക്ക് അന്നേരം സുനു വരക്കണം സോനു വരണം ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ സുനു വരണം ഉമ്മച്ചങ്ങനെ അറിയാൻ ആ കൂർക്ക വലിച്ചോണ്ട് കിടക്കണേ. എല്ലാവർക്കും മൊത്തത്തിലൊരു കോൾഡും ഇവർക്കല്ലാതെ വയ്യാതെ എല്ലാം ഈ വെതറിന്റെ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. Hey bro, tomorrow morning let's go to the school. Yes എന്ന് പറഞ്ഞോണ്ട് ചിരിച്ചോണ്ട് തുള്ളിക്കൊണ്ടിരുന്ന ആളിപ്പ ആ വേർഡ് കേൾക്കുമ്പോ നോന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കലാണ് ഞാൻ ആക്കി വരുമെന്ന് വിചാരിച്ചിട്ട്. അയ്യോ എനിക്ക് തന്നെ ഒരു എന്തോ പോലെ ഉണ്ട്. സീനാണ് നാളെ, ബിക്കോസ് ഇന്നത്തെ പോലെ അല്ല. നാളെ എന്തായാലും സീനായിരിക്കും. നാളെ അരമണിക്കൂർ കഴിയുമ്പോ തന്നെ ഞാൻ പോകേണ്ടി വരും. അവിടെ തന്നെ ഇരിക്കാം. നമ്മ ഇരുന്ന് കുറച്ചു നേരം എന്നിട്ട് വന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴല്ലേ. അല്ല ഇന്ന് 2 hours on നിന്ന്, ഇന്നലെ 1 hour ആയിരുന്നു നിന്നത്. റിസപ്ഷനിൽ 9 മണിക്ക് 9 മണി നമ്മള് ഹാഫ് ആൻ അവർ നിന്നു. അവിടെ കുറച്ചു നേരം ഇരുന്ന്. ഇനിയിപ്പൊ നാളെ വരണ്ട, അവിടെ തന്നെ ഇരിക്കണം. പെട്ടെന്ന് തന്നെ വരും. ഭയങ്കര മഴ പെയ്യാൻ അങ്ങനെ വന്ന് എപ്പോ ശരിയാവാനല്ലേ? ശരിയാവും, ഒരാഴ്ച ഡെയിലി പോകുന്നുള്ള മൈൻഡ് സെറ്റ് വരണം. സ്പെഷ്യൽ പാമ്പേർഡ് എന്തൊക്കെ ആക്കണ കാര്യമില്ല. ഡെയിലി പോവും, അവിടെ കുറച്ചേരം ഇരിക്കും. അവിടെ സാധാരണ വന്ന പിള്ളേര് ആദ്യത്തെ ഒരു കരച്ചിലുണ്ടാവും, പിന്നെ കാമാവും. ഇവൻ ലാസ്റ്റ് കരയും, വീട്ടിലോട്ട് വരും. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അവന് മമ്മനെ തന്നെ, അത് വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അവന് മമ്മനെ തന്നെ വേണം. നമ്മ ആര് വന്നാലും ഓടിക്കും. അതാണ്. ഇന്ന് വന്നിട്ട് എന്തായിരുന്നു മൈ മമ്മ എന്ന് പറഞ്ഞിട്ട് കൊറേ. ഓ താങ്ക് ഗോഡ്, എനിക്ക് നല്ലൊരു കോഫി റിലീഫ് ആവാൻ. നല്ല കോഫി ഇട്ട മുന്നത്തെ നല്ല ഇല്ലായിരുന്നു. നല്ല കോഫി വേണം പറ. സുനു വയ്യ പാവക്കും. എനിക്ക് മീഡിയം ചായ. എനിക്കും സുനു കോഫി. നല്ലൊരു കോഫി ഒക്കെ കുടിക്കാം നമുക്ക്. So that was the 3rd day of my Everest school. Now we are going Tata with daddy. In our word കേട്ടിട്ട് he'll think വീണ്ടും എന്നെ കൊണ്ടുപോകാനാക്കണയാണോ. സോ യാ ഗൈസ്, ഡേ ബൈ ഡേ ഹീസ് ഗെറ്റിംഗ് ബെറ്റർ അൽഹംദുലില്ലാ. ഫസ്റ്റ് ഡേ ജസ്റ്റ് 1 hour പോലും അവൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തന്നെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ, അതായത് ഇന്നലെ ഹി സ്റ്റേഡ് ഫോർ 2 hours. ഇന്ന് ഹി സ്റ്റേഡ് ഫോർ 3 hours. മാഷാഅല്ലാ. ഞാൻ പോയി ആക്കുമ്പോൾ തന്നെ നല്ല കരച്ചിലായിരുന്നു, എന്നെയും കരയിപ്പിച്ചിരുന്നു അവൻ. 2 ദിവസം ഞാൻ സഹിച്ചു പിടിച്ചിരിക്കണമായിരുന്നു, ഇന്ന് എന്നെയും കരയിപ്പിച്ച്. നൈറ്റ് ഞാൻ കരഞ്ഞിട്ട് ഉറങ്ങിയത് അവനാലോചിച്ച്. ബട്ട് സ്റ്റിൽ മോർണിംഗ് ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത് അവന് വയ്യ, പനിയായിരുന്നു. അപ്പോൾ ഇന്ന് ആ പനി വെച്ച് ഞാൻ ക്ലാസ് ബ്രേക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ ആക്കിയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചിരിച്ചുകൊണ്ടിരിക്കണം ബേബി. അപ്പോൾ ഇന്ന് 8:15 അല്ലേ നമ്മൾ വിട്ടത്. അപ്പോൾ 11:15 11:20 ഒന്നാകുമ്പോൾ കോൾ വന്നു. ഇപ്പോൾ കുറച്ച് ഇടങ്ങേറാവാൻ തുടങ്ങിയിട്ടുണ്ടാവണം വന്ന് കൊണ്ടുപോകാൻ. ബിക്കോസ് ഒന്നാമത് പനിയല്ലേ, അപ്പോൾ കുറേ കാരണവരെ അവർ വെയിറ്റ് ചെയ്യൂല. ആൻഡ് അവിടുത്തെ മാംസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കൺസോൾ ചെയ്യണമായിരുന്നു. ലൈക്ക് പേടിക്കണ്ട, ഇത് ഒരു ജേർണിയാണ്, ഡോണ്ട് വരി എന്നൊക്കെ പറഞ്ഞിട്ട് വെരി കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന്, പിന്നെ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് പോണതൊക്കെ ഞാൻ കണ്ട് എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വന്ന് ബേബി പിക്ക് ചെയ്യാൻ വന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൾ വന്നു. ഒരു 11:20 ഒക്കെ ആകുമ്പോൾ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരാൻ ഓടിപ്പോയി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്നിട്ട് മാമാണ് ഇവനെ പൊക്കിക്കൊണ്ട് വന്നത്, ക്ലാസ് ടീച്ചർ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ മാമിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു. ഞാൻ അവിടെ ക്യാബിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാം ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ എന്നെ കണ്ടവൻ. അപ്പോൾ തന്നെ മമ്മ പറഞ്ഞു വന്ന്, ഹൗ ഡിഡ് യു സേ മമ്മ, മൈ മമ്മ. എന്നിട്ട് എൻ്റെ മേത്ത് കയറിയിട്ട് ബൈ മാം എന്നൊക്കെ. എനിക്ക് നെട്ടിപ്പോയേ. 2 ദിവസത്തിൽ ഇതൊക്കെ പഠിച്ചത് എൻ്റെ കുഞ്ഞിന്ന്. വെറുതെ എൻ്റെ മുത്ത്
How did you say bye, ma'am? Bye, ma'am. Bye, ma'am. Voice ഒക്കെ ഉണ്ട് ചേഞ്ച് ആയ കണ്ടപ്പോ കോൾഡ് ആയിട്ട്. You played? Yeah. You got new friends? No. No? Yes. But I saw you playing with others. New friends? New teachers? No. With whom did you play? Did you find any toys? No. Then? അപ്പോൾ ഐ ഹോപ്പ് ഡേ ബൈ ഡേ ഓക്കെ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അവനെ പിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. സൈഗുന് സ്റ്റേഷനറീസ് മേടിക്കാനുള്ളത് സ്കൂളിൽ നിന്ന് തന്നെ ലിസ്റ്റ് കിട്ടും നമുക്ക്. എബുൻ്റെ അന്ന് മേടിച്ചല്ലോ അതുപോലെ തന്നെ സൈഗുനും ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് സൈഗുന് മൺഡേ ക്ലാസ് സ്റ്റാർട്ടാണ്. ഇന്ന് വെൻസ്ഡേ അല്ലേ? ഇന്ന് വെൻസ്ഡേ ആണോ? യാ. ആൻഡ് ഫ്രൈഡേ നമ്മൾ സുനുമുള്ള ബർത്ത്ഡേയും ആണ്. സോ 1 by 1 കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സൈഗുന സ്റ്റേഷനറീസ് ഒക്കെ മേടിക്കാം. സുനു സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ സുനുനും ഇന്ന് ബർത്ത്ഡേ ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട് നമുക്ക്. സോ ലെറ്റ് സി. ആദ്യം നമുക്ക് പോവാം. എന്തായിരിക്കും? സൈഗുന് ഈ ഹെയർ സ്റ്റൈലാണോ ഇഷ്ടം? ഇങ്ങനെ ഈറണതാണോ ഇഷ്ടം? സൈഡിലോട്ടല്ലേ രസം? സൈഗുന് സിൽക്കി ഹെയർ ആയതുകൊണ്ട് താഴത്തോട്ട് വരുമല്ലേ. അപ്പോൾ മൺഡേ സ്കൂൾ സ്റ്റാർട്ടാണ്. എന്താണ് പറയാനുള്ളത്? കരയോ നീ? കരയരുത്, നാണക്കേടാണ്. 4th സ്റ്റാൻഡേർഡ് ആണ്. ഇവര് രണ്ടുപേരും LKG പോകുമ്പോ കരഞ്ഞിട്ടില്ല എന്നാ പറയണേ. ഇന്നലെ സോനു പറയണ്ടായിരുന്നു. സോനുടെ സങ്കട പദ്ധതി ഇവരെന്താ കരയാത്ത ഓർത്തിട്ട്. ഇന്നലെ ഇവന്റെ സിറ്റുവേഷൻ കണ്ടിട്ടേ സുനു ചോദിക്കണായിരുന്നു. ഞാനും അമ്മന്റെ അടുത്ത് ചോദിച്ച പോലെ ഞാനും അമ്മയുടെ അടുത്ത് ചോദിച്ചു 2 ദിവസം മുമ്പ് നമ്മൾക്ക് അറിഞ്ഞിട്ടുണ്ടാന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ സുനുന് അങ്ങനെ തോട്ടി വരുമല്ലോ. അപ്പൊ സുനു ഓർമ്മയൊക്കെ ഉണ്ടാവോ അതിന്? ഉണ്ട്, അങ്ങനത്തെ പിള്ളേരുണ്ട് അവിടെ. വീട്ടിലേക്ക് ഓടിപ്പോവാൻ വേണ്ടി നോക്കി. ലോങ് ആണ് സ്കൂള്. ഓ നിങ്ങളൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ വന്ന ക്ലാസ് അങ്ങനെ ഇടണേ അല്ലേ? എന്നെ നഴ്സറിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂളിലാക്കിയപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി ഓടിയില്ലേ. ഇന്ന് LKG പിള്ളേർക്ക് സ്റ്റാർട്ടല്ലേ? അവര് കരയുണ്ടായിരുന്നു പാവം. ഇത്ര ബ്രേക്ക് വന്നെയാണല്ലോ. പട്ടിയും പൂച്ച ഓടിപ്പോടായാലും എല്ലാരും കൂടെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഞാനിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കഥ പറഞ്ഞപ്പോഴെ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മ വന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഓടിയിട്ടല്ല. അവിടെല്ല ഇതന്നെ 1ാം ക്ലാസ്. കാരണം എനിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് വേറെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. കാരണം അവിടെ എപ്പോഴും ഓടും. അവിടെ 2ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പോയി. ഞാൻ 2ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പോയി. അവിടെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് എപ്പോഴും ഇറങ്ങി ഓടും. ഓടി 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 എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞു. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവിടെ പഠിക്കാൻ. അങ്ങനെ തന്നെ വേറെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അവിടെ ഞാൻ നല്ല വർഷമായിട്ട് നല്ല ക്ലാസ് ഫസ്റ്റ് ആയിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിച്ച് 4ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ച് ക്ലാസ് ലീഡറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. ഇനി നമ്മുടെ പിള്ളേർ ഏതുവരെ ഇങ്ങനെയൊക്കെ പോകും. ആക്ച്വലി ഇന്ന് മാംസ് ഒക്കെ അവിടെ പറയായിരുന്നു കുറച്ച് കഴിയുമ്പോ ഇവര് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു കരയോ. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തോണ്ടിരിക്കുക. The baby house. Yeah. Show me. I want that one. Which one?
I want that one. കിട്ടിയാ? Show me your water bottle. That's itchy. Ichichi. That's itchy. That is itchy. You don't want this? This is itchy. No, it's beautiful. That's itchy. Ichichi. Zaiguna okay ആണോ water bottle? ഹാർഡാണ്. അല്ല ആണോ? That's itchy. Is it? That's itchy. Ask Dada. ഇത് okay ആണോ Dada ചോദിക്ക്. Dada. Dada. Itchy. Ebu, which fish? Mama. Which fish you want? Which fish you want? Mama. You want fish? Dada. Daddy will buy you. Take that fish for you. Take that. Oh, thank you, Daddy. Say thank you, Daddy. Can you hold it? Yeah, I can hold this. ഞാനിപ്പോൾ ക്യാമറ എടുത്തപ്പോൾ തന്നെ ഒരാൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. പകുതി വ്ളോഗ് കഴിഞ്ഞായിരുന്നു. സോ ഗൈസ്, we ordered fish. Who gave you this? Dada. Dada. കഥ പറയണ മുമ്പേ അത് കാണിച്ചില്ലെങ്കിൽ അവൻ പറയും. അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് കാണിച്ചത്. പിന്നെ കഥ പറയട്ടെ. I don't know where game. You don't know? I don't know. What you don't know? I don't know where. Be careful. We ordered അപ്പോൾ നമ്മൾ സൈഗുന് സ്റ്റേഷനറീസ് ഒക്കെ മേടിച്ചു. fish. Yes. No fight you. ഓക്കെ, നമ്മൾ സൈഗുന് സ്റ്റേഷനറീസ് ഒക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കെഫേയിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ ഫ്ലെക്സ് ഒക്കെ കണ്ടിട്ട് കെഫയുടെ നല്ല വൈബ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ യൂ ടേൺ എടുത്ത് അതിന് കയറാൻ വേണ്ടി പോയി. എന്നിട്ട് കയറാൻ നോക്കുമ്പോൾ ഒരു വൈബ് ഇല്ലായിരുന്നു. പിന്നെ എബ്രു ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ടിഫിനിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി കഴിച്ചു. എന്നിട്ട് അവന് ചോറ് കൊടുക്കാത്തതുകൊണ്ട് ഡെയിലി ഒരു നേരം അവന് ചോറ് കഴിച്ചില്ല, ഒരു സുഖം ഉണ്ടാവില്ല. So guys, We ordered fish. yeah, we didn't order. Dada gave you. Dada surprised you. Dada surprised a small fish for Ebu. Did you say thank you, Daddy? Thank you, Daddy. You already said. Good boy. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കെഫെ കയറിയില്ല. നമ്മൾ So guys. നേരെ നമ്മൾ വീട്ടിലോട്ട് വന്ന് Fish. ഓട്ടോ ഫിഷ് വീട്ടിലോട്ട് എത്തിയപ്പോൾ ഒരു 6 മണിയായി. എന്നിട്ട് ഞാൻ എബുന് ഫുഡ് കൊടുത്ത്. ഹി ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. സ്ലോ അല്ലേ അവൻ കഴിക്കണം. അപ്പോൾ 1 മണിക്കൂർ അവനെടുത്ത്. അത് കഴിഞ്ഞ് 7 മണിയായി കഴിഞ്ഞിട്ട് 1 hour ഒരു 30 to 40 minutes അവൻ കളിച്ചു അവൻ്റെ ടോയ്സിലൊക്കെ. എന്നിട്ട് നമ്മൾ മുകളിൽ വന്ന് കുളിച്ച് ഫ്രഷായി രണ്ടുപേരും. എന്നിട്ട് ഹീസ് പ്ലേയിങ് വിത്ത് ദ ഫിഷ്. You know what? Guys, do you know what? Ebru joined for the school. Daily he's going to the school. He's a good boy, you know. I don't know again. What? I don't know. You don't know what? Oh, be careful. Don't spill the water. Did you give food to fish? Yes, right? Don't spill the water. Okay? അങ്ങനെ അപ്പോൾ 8 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ഞാനും എബു ഉറങ്ങാറുണ്ട്. യു ഗൈസ് വിൽ നോട്ട് ബിലീവ്, പിള്ളേരെ റുട്ടീൻ മാറ്റണമെന്നാണ് എല്ലാവരും പറയണത്. ഇപ്പം എൻ്റെ റുട്ടീൻ മാറിപ്പോയി. ഞാൻ ലേറ്റ് ഒക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന മൂവിയൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പം ഞാൻ 8:30, 9 മാക്സിമം 9ന്റെ ഉള്ളിൽ ആരാണ് ഈ ഗൈസ്? നമ്മുടെ വീവറാണ്. What's the color? Pink. Okay.
അപ്പോൾ ഞാനും എപ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കും. ഇന്ന് ഞാൻ അവളെ വിളിച്ചില്ല, 2 ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിളിച്ചല്ലോ നേരത്തെ. ഇന്ന് അവൻ താനെ എണീച്ചു. ഐ വാസ് സർപ്രൈസ്ഡ് ആക്ച്വലി. താനെ എണീച്ച് മോമ കെൻ വി പ്ലേ വിത്ത് വാട്ടർ അതാണ് ചോദിക്കണം അവൻ ആദ്യം എണീച്ചിട്ട്. ബിക്കോസ് അവനെ ഞാൻ ടബിലൊക്കെ എടുത്ത് കളിപ്പിച്ച് എന്നിട്ടാണ് കുളിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചോദിക്കും. എന്നിട്ട് ഇന്ന് നേരത്തെ എണീച്ച് കൊണ്ടിട്ട് ടബിലൊക്കെ ഇരുത്തി കളിപ്പിച്ച് എന്നിട്ട് കുളിപ്പിച്ച് ഞാൻ പോണ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാവിലെ നോ 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 അങ്ങനെ അവന് കൂളായിട്ട് തന്നെ ഇരുന്ന് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ നോ ഡോണ്ട് ഡു ദാറ്റ് ബ്രോ. I told you not to spill the water. Say sorry, Mama. Sorry, Mama. It's okay, my baby. Don't spill the water again, okay? അങ്ങനെ ഡോർ തുറന്നപ്പോൾ അവന് മനസ്സിലായി. അപ്പം തന്നെ തുടങ്ങി കുറച്ച് നോ നോ എന്ന് പറഞ്ഞ് ഡോറൊക്കെ അടിച്ച് എന്നാലും കൊണ്ടുപോയി. എന്നിട്ട് സ്കൂളിൽ വിട്ടപ്പോഴും കരഞ്ഞ്. എന്നിട്ട് ആയമാരൊക്കെ കൊണ്ടുപോയി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാനും കരഞ്ഞ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ റിസപ്ഷനിലിരുന്ന്. എന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ഫോട്ടോ ഒക്കെ അയച്ചാണ് ഓക്കെ ആയത് കുറച്ച് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നത്. എന്നിട്ട് ഇന്ന് ഒരു 3 മണിക്കൂർ അവന് നിന്ന്. നാളെ ഇനിയും ടൈം കൂടുമെന്നാണ് ഒരു വിശ്വാസം. പറയാൻ പറ്റൂല ഇനി എന്താന്ന്. ഡു യു വാണ്ട് സ്ലീപ്പ് വിത്ത് ദ ഫിഷ്? ഓക്കെ, ഹിയർ യു ഗോ. ഫിഷിൻ്റെ കൂടെ വെച്ച് ഉറങ്ങാൻ. Sleep. Great fish. Okay. You also sleep. Good night. Good night, Ebu and fish. You're so sweet. I love you so much, baby. I love you so much. Kailoke noke full mosquito bites. Show your mosquito bites in hand. Yeah. Oh, so sorry. Mama apply medicine, okay? Okay. You love mommy? Yes. Yeah. Mommy is sweet. My Ebu is sweet. You are sleeping, no? Can you sing one song? And the kids and the verminove. Sing. നീ കൂടെ നനവേ. കേട്ടിട്ടുണ്ടോ ഗൈസ് ഈ പാട്ട്? അവൻ്റെതായ ലിറിക്സ്. നീ കൂലിക്കുള്ള യാരുമില്ല എന്നെ പോലൊരു ദേവത് പാത്തതില്ലേ. Okay, sing. Next song. Can you sing Uire? Uire, uire. And a phone. Huh? And a phone. No phone. You sing. അവൻ്റെ ഫേവറേറ്റ് ഏതാ പാടണെന്നറിയോ ചേട്ടൻ? വാ മറ്റേ യൂത്തിലത്തെ സോങ്ങാണ് പാടുന്നത്. സ്കൂളിക്കുള്ളേ യാരുമില്ലേ. സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിലും പാട്ടൊക്കെ അവൻ തമിഴും ഹിന്ദിയൊക്കെ പാടും അല്ലേ? ഇപ്പോൾ അവൻ്റെതായ ലിറിക്സ് തന്നെ ഉള്ളൂ ഡാഡിനെ പോലെ. തന്തേ മോനും ലിറിക്സ് വായിട്ടാക്കില്ല, ട്യൂൺ കറക്റ്റായിരിക്കും. Say good night, guys. Good night, guys. See you tomorrow. See you tomorrow. I'm gonna sleep. I gotta sleep. Bye. Bye. You're such a nice boy. Mama loves you, baby. Our fish is sleeping. Yeah. It's like
ഗൈസ് എനിക്ക് ഇവനോടില്ലേ സ്നേഹം ഒന്നുകൂടെ കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവൻ സ്കൂൾ ജോയിൻ ആയതിനു ശേഷം ഒന്നുകൂടി ഇവൻ ചെറുതായ പോലെയോ അല്ലെങ്കിൽ എനിക്ക് അറ്റാച്ച്മെൻറ്റ് കൂടിയ പോലെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ പോലെ എനിക്കവനെ വഴക്കേ പറയാൻ തോന്നുന്നില്ല ഒന്നിനും. വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും കുർത്തക്കേട് കാണിച്ച ഇച്ചിരി വഴക്കൊക്കെ പറയുമല്ലോ, അതുപോലെ ഞാൻ ഇപ്പോൾ പറയാറില്ല. എനിക്കെന്തോ ഭയങ്കര സെൻറ്റിമെൻറ്റ് അവൻ്റെ അടുത്ത്, ഭയങ്കര പാവം പോലെ ഫീൽ ചെയ്യണം. ക്യൂട്ട് ഹാൻഡ്സ്. I love Ebu's little hands. What? Fish is sleeping. Let the fish sleep. Ebu also sleep. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇത് 2-3 ദിവസത്തെ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്ത് വെച്ചാണ് അവൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേറ്റ്, അപ്പോൾ അതിന് അടുത്ത ഡേ എന്തായി, പറ ഓക്കെ ആണോ അവനെന്നൊക്കെ. ഇനി ഗ്രാജുവലി ഓക്കെ ആവുമായിരിക്കും. ഇനി എപ്പോഴും എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്തിടാൻ പറ്റൂല. അപ്പോൾ ഈ 2-3 ദിവസത്തേത് നിങ്ങളും ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ബിക്കോസ് കുറേ ആൾക്കാരുടെ മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു വ്ളോഗായിട്ട് ഇപ്പോൾ അവൻ്റെ അപ്ഡേഷൻ ചെയ്തതാണ്. ഇപ്പോൾ 3 ഡേയ്സിൽ ഞാൻ അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ 3 ഡേയ്സും നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൺഡേ മുതൽ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഫൈൻ. അപ്പോൾ നോക്കാം, ഞാൻ ഇനിയുള്ള അപ്ഡേറ്റ്സ് വേറെ വ്ളോഗ്സിലായാലും ഇനി യൂഷ്വലി ചെയ്യുന്ന വ്ളോഗ്സിലായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം. സോ താങ്ക് യു സോ മച്ച് നിങ്ങൾ അവനോട് അത്ര സ്നേഹം വെച്ചതിനും അവനെ അന്വേഷിക്കുന്നതിനും താങ്ക് യു സോ മച്ച്. പ്ലീസ് മേക്ക് ദുആ ഫോർ ഹിം. ആൻഡ് യാ, അത്ര ഉള്ള ഇന്നത്തെ വിശേഷം. സോ വി ബോത്ത് ആർ ഗോയിങ് ടു സ്ലീപ്പ് നൗ. സോ വേറെ ഒന്നും പറയാനില്ലല്ലോ. ബൈ ബൈ ഗൈസ്.